നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റൂബൻ അമോറിം എന്താണ് യുണൈറ്റഡിൻ്റെ അവസ്ഥ എന്നുള്ളത് കൃത്യമായി വ്യക്തമായി തിരിച്ചറിയുകയാണ്. പൊട്ടിത്തകർന്നു. ബേൺമൗത്തിനോട് ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തോൽവി. ബേൺമൗത്തിനായിട്ട് ഹെയ്സനും ക്ലൈവേർട്ടും സെമന്യോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഇതോടുകൂടി പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്തൊരു കാര്യമുണ്ടായിരിക്കുന്നു. ക്രിസ്മസ് സമയത്ത് ബോട്ടം ഹാഫിൽ, ലീഗ് ടേബിളിൻ്റെ ബോട്ടം ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫിനിഷ് ചെയ്യുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ സ്പെൻഡ് ക്രിസ്മസ് ഇൻ ദി ബോട്ടം ഹാഫ് ഓഫ് ദി ടേബിൾ ഫോർ ദി ഫസ്റ്റ് ടൈം സിൻസ് 1989-90. 1989-90 ശേഷം ആദ്യമായിട്ടാണ് പോയിന്റ് പട്ടികയുടെ ബോട്ടം ഹാഫിൽ ക്രിസ്മസ് സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുന്നത്. അതായത് പ്രീമിയർ ലീഗ് എറ തുടങ്ങുന്നതിന് മുമ്പാണ് ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നത്. പ്രീമിയർ ലീഗിൽ ഇങ്ങനെ ഒരു അവസ്ഥയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നേരിടേണ്ടി വന്നിട്ടില്ല. നാണക്കേടിൻ്റെ പടുകുഴിയിലാണ് ടീം നിൽക്കുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെയൊന്നില്ല, പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഇങ്ങനെയൊന്നില്ല എന്നർത്ഥം. 17 കളികളിൽ നിന്ന് 22 പോയിന്റോടെ 13ാം സ്ഥാനത്ത് ബോട്ടം ഹാഫിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ഥാനം. യുണൈറ്റഡിൻ്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ അവർക്കെതിരെ 29ാമത്തെ മിനിറ്റിൽ ഹുയ്സനിലൂടെ ഗോൾ നേടി ബേൺമൗത്ത് ലീഡെടുത്തു. പിന്നീട് 61ാമത്തെ മിനിറ്റിൽ ക്ലൈവേർട്ടിൻ്റെ പെനാൽറ്റി ഗോൾ, 63ാമത്തെ മിനിറ്റിൽ സെമന്യയുടെ ഗോൾ കൂടി വന്നപ്പോൾ 3-0 തകർപ്പൻ വിജയത്തിലേക്ക് തന്നെ ബേൺമൗത്ത് കടന്നുപോയി. ഏതായാലും നോക്കുക, ഇത്തവണ 2024 ഈ ഒരു കലണ്ടർ ഇയറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 17 ലീഗ് ഗോളുകളാണ് സെറ്റ് പീസുകളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ഒരു സിംഗിൾ കലണ്ടർ ഇയറിൽ ഇത് മോസ്റ്റാണ്. ഇത്രയധികം സെറ്റ് പീസ് ഗോളുകൾ മറ്റൊരു ടീമും വാങ്ങിയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക്, നാണക്കേടിൽ നിന്ന് നാണക്കേടിലേക്ക് കൂപ്പുകുത്തുന്ന യുണൈറ്റഡ് ആരാധകർക്ക് വേദനയുണ്ടാക്കുന്നതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.